ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. ഈ കറി ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ കറിയിലേക്ക് ലാസ്റ്റ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മുട്ടയും കൂടിയിട്ട് സെപ്പറേറ്റ് ഒന്ന് കൊത്തിപ്പൊരിച്ചിട്ട് ഈ പൊട്ടറ്റോ മസാലയുടെ കൂടെ മിക്സ് ചെയ്താലും മുട്ട ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ഇത് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് എടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കുക. പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ക്രഷ് ചെയ്തേക്കണം മുളകാട്ട ചേർക്കുന്നത്. മുളകിൻ്റെ പൊടിയല്ല ചേർക്കുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മുഴുവനായിട്ടുള്ള ഉണക്കമുളക് വാങ്ങുമല്ലോ, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. പിന്നെ തക്കാളി വേണം. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള തക്കാളിയെല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. കാരണം കുറേ പുളിയായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുക. അപ്പോൾ നിങ്ങൾ തക്കാളി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തക്കാളി ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഞാനിവിടെ ചെറിയ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ജീരകം നമ്മൾ പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു നുള്ള് ചെറിയ ജീരകം നമ്മൾ പൊടിക്കാണ്ടും ചേർക്കും. പിന്നെ സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണ മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ മുളക് പൊടി ചേർക്കണില്ല, ക്രഷ് ചെയ്തേക്കണം മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും വേണം, ഗരം മസാലയും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് മല്ലിയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റേ കസൂരി മേത്തി ഉണ്ടല്ലോ, കസൂരി മേത്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസൂരി മേത്തി കുറച്ച് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കസൂരി മേത്തിയുടെ ടേസ്റ്റ് നല്ല രസമുണ്ടാവും. കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല ഉണക്കിയെടുത്ത കേട്ടോ. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ചിലർ ചോദിക്കാറുണ്ട് അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണേന്നുള്ളത്. അത് ഓൾറെഡി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് വന്നേക്കുന്നതാണ്. പിന്നെ അത് നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും ഒന്നും നാശാവില്ല. അത് നമ്മൾ കറിയിലിടുന്ന സമയത്ത് കൈ കൊണ്ട് ഒന്ന് തിരിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കറിയിലേക്ക് ചേർത്താൽ മതി. പിന്നെ അത് കറിയിലേക്ക് ചേർക്കാൻ പോണതിന് മുമ്പ് ചിലർ ചോദിക്കാറുണ്ട് അത് സെപ്പറേറ്റ് ചൂടാക്കണോ ചേർക്കാൻ പോണതിന് മുമ്പ്. ഒന്നും ചെയ്യണ്ട കേട്ടോ. അത് ഓൾറെഡി ഉണങ്ങി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഉലുവയുടെ ഇലയാണ് അത്. അപ്പോൾ പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ കസൂരി മേത്തി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഉലുവ ചേർത്താൽ മതിയൊന്ന്. കസൂരി മേത്തിയും പിന്നെ ഉലുവയും തമ്മിൽ ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും ഉണ്ടാവുന്നത് ഒരു സാധനത്തിൽ നിന്നാണ്, പക്ഷേ ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് രണ്ടും ഒന്ന് ചതച്ചിട്ട് എടുക്കണം. പച്ചമുളക് ഒന്ന് 2ആയിട്ട് കീറിയിട്ടിടുക. തക്കാളി അപ്പോൾ 1/4 ഭാഗം തക്കാളി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സവോള ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ പച്ചമുളക് ഒന്ന് കീറിയിട്ടിടുക. ഇപ്പോൾ തക്കാളിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തക്കാളിയായിട്ട് എടുക്കണേ. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. പിന്നെ അത് കുറച്ച് വെള്ളമുണ്ട് കുറച്ചുകൂടെ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ടല്ലോ. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും സവോളയും പച്ചമുളകും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. വഴറ്റിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ സവോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഓയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊന്ന് സോഫ്റ്റായിട്ട് വരണം. നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഓടിൻ്റെ ഉരുളി കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചാൽ ഇതിനകത്ത് പുക കയറില്ല കേട്ടോ. പിന്നെ ഞാൻ ആ കഴിഞ്ഞ ദിവസം എൻ്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പാത്രങ്ങളുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാനൊരു കാസ്റ്റ് ചെയ്യേണ്ട വോക്കും പിന്നെ ഫസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ വോക്കും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഒരു ചെറിയ തീയിലിട്ടിട്ട് മുരിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയല്ലോ ചേർക്കുന്നത്, ക്രഷ് ചെയ്തേക്കണ മുളകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ മുളക് ചേർക്കുക. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം പല മുളകിനും പല എരിവായിരിക്കും. ഈ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് എല്ലാ മസാലപ്പൊടികളും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുക്കുക. തീ ഒട്ടും കൂട്ടി വയ്ക്കേണ്ട. തീ ഞാനിവിടെ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുക. അത് ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ഉള്ളി ചതയ്ക്കുന്ന കല്ലുമ്മയിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ അതിനകത്താണ് ചെറുതായിട്ട് വെളുത്തുള്ളിയുടെ ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ, വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ തക്കാളി ചേർക്കുന്നത്. സാധാരണ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഫസ്റ്റ് വഴറ്റാല് ചെയ്യണത്. ഇത് നമ്മൾ തക്കാളി വഴറ്റണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് അത്. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഒന്ന് ഉടച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടച്ചിട്ട് എടുക്കാനായിരുന്നാലും നല്ല സുഖമായിരിക്കും, നല്ല സോഫ്റ്റായിട്ടിരിക്കും ചൂടോട് കൂടിയിട്ട് പൊടിക്കുമ്പോൾ. ഭയങ്കരമായിട്ടാണ് കുഴച്ച പോലെ എടുക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒരു പീസ് പോലെ കിടന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇതോടെ ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് തീ അവിടെ നന്നായിട്ട് കുറച്ചിട്ടായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ ഈ പാത്രത്തിന് നല്ല കട്ടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പുക കയറില്ല. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ച് വെക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ തീ ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഈ തക്കാളിക്ക് ഒന്ന് വെന്ത് നന്നായിട്ട് സോഫ്റ്റായി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് ചേർന്ന് വരും. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, അടിയിൽ പിടിക്കും. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ട് ഈ കറിയുടെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതേപോലെ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കസൂരി മേത്തിയും ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇതേപോലെ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാം കസൂരി മേത്തി. നാട്ടിലേക്ക് ആയിരുന്നാലും കടകളിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ചേർക്കാം, നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും ചേർക്കാം, അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം.
ഞാനിവിടെ തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇളക്കിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കറിയുടെ ടേസ്റ്റ് നോക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മളിപ്പോൾ ചെറിയ ജീരകവും പിന്നെ മല്ലിയിലയും പിന്നെ കസൂരി മേത്തിയൊക്കെ ചേർത്തല്ലോ. നല്ല ടേസ്റ്റ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവാക്കിണ്ട്. ചപ്പാത്തിയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല ചേർക്കാം. ഗരം മസാല ഞാൻ അതിലേക്ക് വളരെ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ, ഒരു പേരിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോ. പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഒന്നും പറയാനില്ല. ഉരുളൻകിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് എന്തായിരുന്നാലും ഈ കറി നല്ല ഇഷ്ടം. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ മിക്കപ്പോഴും ഇതേപോലെ ഇങ്ങനെ കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇപ്പോൾ ലാസ്റ്റാണല്ലോ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറിക്ക് വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ തക്കാളി ഇല്ലാണ്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് സാധാരണ ഇഷ്ടമില്ല. പക്ഷേ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. ഫസ്റ്റ് ചപ്പാത്തിയുടെ ഉള്ളിൽ കുറച്ച് മയോനൈസും തേക്കാം. എന്നിട്ട് ഈ കറി കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവോള ഇങ്ങനെ നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തേക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് ഫോൾഡ് ചെയ്താലും ചപ്പാത്തി കുതിർന്നു പോവില്ല. പിന്നെ ഈ കറിയുടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 മുട്ട കൊത്തി പൊരിച്ച് ചേർത്താലും മുട്ട ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഞാനും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ മുട്ട നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മിയ കിച്ചൻ്റെ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. അതും കൂടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ബാച്ചിലേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. തക്കാളി ചേർത്താലും അധികം പുളിരസമൊന്നുമില്ല കേട്ടോ. ഒരു ചെറുതായിട്ടൊരു പുളിരസമുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട്. വെറുതെ ചായയോടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും.